നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന അതിപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കിണറ്റിൻ്റെ ആംബിലോട് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് പോലീസ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. പതിവ് പരിശോധനകളുടെ ഭാഗമായി നടത്തിയ ഒരു പരിശോധന അതിലാണ് ഈ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബാണ് കണ്ടെത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അടക്കമുള്ളവർ പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഇവർ പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പാനൂര്, തലശ്ശേരി ഇവിടങ്ങളിലെല്ലാം പോലീസ് പരിശോധന ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായ ബോംബ് സ്ഫോടനം, അതായത് പറമ്പിൽ തേങ്ങ എന്ന് കരുതിയെടുത്ത ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ച സംഭവം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഈ ഒരു ബോംബ് ഉണ്ട് എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർശനമായ പരിശോധനയാണ് നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പലയിടങ്ങളിൽ ബോംബ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പരിശോധന, പ്രത്യേകിച്ച് കുറ്റിക്കാട്, ആളൊഴിഞ്ഞ കെട്ടിടം എന്നിവിടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ ബോംബുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന വലിയൊരു സംശയം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു സംഘം പരിശോധന നടത്തുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വീണ്ടും സ്റ്റീൽ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ബോംബ് രാഷ്ട്രീയത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച എരഞ്ഞോളിയിലെ എം സീനയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിക്കാർ വീട്ടിലെത്തി വീട്ടുകാരെ ഉപദേശിച്ചു, പേടിയോടെയാണ് അമ്മ കഴിയുന്നത് എന്നതടക്കമുള്ള ആരോപണമാണ് സീന ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ തിരുത്താൻ അമ്മയെ ഉപദേശിച്ചാണ് പാർട്ടിക്കാർ മടങ്ങിയത്. ജോലിസ്ഥലത്തും പലരും അന്വേഷിച്ചെത്തി. താൻ കളരി പഠിക്കുന്ന സ്ഥലത്തും ആളുകളെത്തി. കളരി ക്ലാസ്സിലും തനിക്ക് വിലക്കുണ്ട് എന്നാണ് അറിഞ്ഞത്. അയൽക്കാർ എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒറ്റപ്പെടുത്തിയ മട്ടാണെന്നും അവർ പ്രതികരിച്ചു. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ടും അവർ സത്യത്തിനൊപ്പം നിൽക്കുന്നില്ല. എന്നെ തിരുത്താൻ അമ്മയെ ഉപദേശിച്ചാണ് പാർട്ടിക്കാർ മടങ്ങിയത്. മരിക്കാൻ ഭയമില്ലെന്നും സത്യം പറഞ്ഞതിന് പാർട്ടി വിധിക്കുന്ന ശിക്ഷ മരണമാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും സീന വ്യക്തമാക്കി. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം ബോംബാണെന്നറിയാതെ തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പിൽ MP-യോടുള്ള സീനയുടെ പ്രതികരണമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത്. അതേസമയം കണ്ണൂരിലെ എരഞ്ഞോളിയിലാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ചത്. എരഞ്ഞോളി കുടക്കളത്തെ വേലായുധനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. തലശ്ശേരി കോർപ്പറേഷനടുത്ത എരഞ്ഞോളിയിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടുപറമ്പിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിലാണ് വേലായുധൻ മരിച്ചത്. ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. പറമ്പിലുണ്ടായിരുന്ന സാധനം എന്തെന്ന് വേലായുധൻ എടുത്തു നോക്കിയപ്പോൾ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആൾ താമസമില്ലാത്ത എരഞ്ഞോളി കുടക്കളത്തെ വീട്ടുപറമ്പിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. 1 വർഷം മുമ്പ് തലശ്ശേരി മേഖലയിലെ നിധി സൂക്ഷിക്കുന്ന പാത്രമാണെന്ന് കരുതി സ്റ്റീൽ പാത്ര ബോംബ് തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് അസം സ്വദേശിയായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.